ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ ഐറ്റംസ് ക്രെഡിറ്റ് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഐറ്റംസ് അക്കൗണ്ടിങ്ങിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആദ്യം അറിയണ്ടേ. എന്നാൽ മാത്രമല്ല സിറ്റുവേഷൻ ബേസ് ചെയ്ത് നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ അസറ്റ് ആണ്. അസറ്റിന്റെ മീനിങ് എന്താണ് അക്കൗണ്ടിങ്ങിൽ ഉള്ളത് നോക്കാം. വാല്യുബിൾ തിങ്സ് ഓൺഡ് ബൈ എ ബിസിനസ്, ഇതാണ് എന്ത് അസറ്റ്. ദാറ്റ് വിൽ പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. ഓക്കെ, അതായത് കമ്പനി ഓൺ ചെയ്യുന്ന വാല്യുബിൾ തിങ്സ് എല്ലാം അസറ്റാണ്. അത് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഫ്യൂച്ചർ ബെനിഫിറ്റ്സ്. അതിൽ നിന്ന് നമുക്ക് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് കമ്പനിക്ക് ഉണ്ടായിരിക്കും. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ എന്താണ്? അസറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. അസറ്റിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേമിലേക്ക് നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നതായിരിക്കും ഫിക്സഡ് അസറ്റ്. ആൻഡ് ഷോർട്ട് ടേമിനുള്ളിൽ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ആണെങ്കിൽ അത് കറണ്ട് അസറ്റ് ആണ്. ഫിക്സഡ് അസറ്റിന്റെ മെയിൻ എക്സാമ്പിൾസ് ആണ് ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, എക്സെട്ര. ഓക്കെ, ആൻഡ് കറണ്ട് അസറ്റിന്റെ ആണെങ്കിൽ നമുക്ക് ക്യാഷ്, ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ കറണ്ട് അസറ്റിന് എക്സാമ്പിൾസ് ആണ്. അസറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വൺ ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് ബാധ്യത എന്നുള്ളതാണ് അർത്ഥം. കമ്പനിക്ക് ബാധ്യതയായിട്ടുള്ള എല്ലാം ലയബിലിറ്റീസ് ആണ്. മീൻസ് ഒബ്ലിഗേഷൻ ദാറ്റ് ബിസിനസ് ഓസ് ടു അനദർ പാർട്ടി. നമ്മൾ അനദർ പാർട്ടീസിന് പേ ചെയ്യാനുള്ള എല്ലാ ഒബ്ലിഗേഷൻസിനും ലയബിലിറ്റീസ് എന്നാണ് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമ്പനി ലോൺ എടുക്കുന്നതും കമ്പനി ഒരു തേർഡ് പാർട്ടിക്ക് പേയ്മെന്റ് കൊടുക്കാനുള്ളതും. ഇപ്പൊ നമ്മൾ കമ്പനി ഒരാളുടെ ഒരു വെൻഡറുടെ നമ്മൾ പർച്ചേസ് ചെയ്തു, അത് ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അവർ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ്. അപ്പൊ ആ ക്രെഡിറ്റേഴ്സിനെയും അതുപോലെ നമ്മളിപ്പോ കമ്പനി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അസറ്റും ലയബിലിറ്റിയും ആണ് നമ്മൾ പഠിച്ചത്. അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാല്യുബിൾ തിങ്സ് ആണ്, കമ്പനിക്ക് അത് നല്ലതാണ്. ദെൻ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഒബ്ലിഗേഷൻ ആണ്, ബാധ്യതയാണ്, നമ്മളത് തിരിച്ച് പേ ചെയ്യേണ്ടതാണ്. അപ്പൊ അസറ്റിന് ഡെബിറ്റ് ബാലൻസും ആണ്, ലയബിലിറ്റീസിന് ക്രെഡിറ്റ് ബാലൻസും ആണ്.